പണ്ട് സ്വർഗത്തിൽ നിന്ന് മടങ്ങി വരുമ്പോൾ താഴത്ത് മഹർഷി ഇരുന്ന് തപസ് ചെയ്യുന്നു. ഏത് മഹർഷിയാണെന്ന് അപ്പോൾ ശ്രദ്ധിച്ചില്ല. എന്നാലും സമർത്ഥമായൊന്ന് തുപ്പിക്കളയാമെന്ന് വിചാരിച്ചു ഇദ്ദേഹത്തിൻ്റെ ആത്മസുഹൃത്തായ മണിമാൻ. ഈ സമർത്ഥമായ തുപ്പലിൽ അത്ര കുറയാത്ത ഒരു ഭാഗം ചെന്ന് മഹർഷിയുടെ ജടയിൽ വീണു. നോക്കിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വിമാനമാണ് പോകുന്നത്. അപ്പോഴത് വളരെ പ്രാചീനമായൊരു പ്രവൃത്തിയാണ്. എന്ന് വെച്ചാൽ പുഷ്പക വിമാനം ആരുടെ കയ്യിലുണ്ട്? കുബേരൻ്റെ കയ്യിൽ തന്നെ ഉള്ള കാലമാണിത്. രാവണന് കിട്ടിയിട്ടില്ല. രാവണന് കിട്ടുന്നതിന് മുമ്പുള്ള ഒരു സംഭവമാണിത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇതിനകത്ത് പറഞ്ഞു കൂട്ടുന്ന കഥകളുടെയും സംഭവങ്ങളുടെയും ഒക്കെ കാലം നിർണ്ണയിക്കുന്നതിൽ വരാവുന്ന ദുസ്സഹമായ പ്രമാദം ഭയപ്പെടുത്തുന്നത് തന്നെയാണ്. അപ്പോൾ ഭയങ്കരമായ പ്രമാദങ്ങൾ ഇതിനകത്ത് പറ്റാം. പുഷ്പവിമാനത്തിൽ വരുമ്പോഴാണ് മുനിയെ കാണുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് മണിമാൻ അറിയാം. എങ്കിലും ചില സമയത്ത് ഓരോ കുസൃതികൾ തോന്നുകയാണ്. ഒറ്റത്തുപ്പ് നോക്കിയിട്ട് പറഞ്ഞു, നീ മനുഷ്യൻ്റെ കൈ കൊണ്ട് ഭരിക്കും. മനുഷ്യൻ തന്നെ നിന്നെ അതിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ ധർമ്മപുത്രരുടെ സ്പർശം കൊണ്ട് ഇദ്ദേഹത്തിന് എന്ത് സംഭവിക്കുന്നു? മണിമാന് പുനർജന്മം ഉണ്ടാകുന്നു. ഈ മരിച്ചവരെ എല്ലാം അങ്ങനെ ജീവൻ ലഭിക്കുകയും ചെയ്തു. ശാപമോക്ഷവും കിട്ടി. അതുകൊണ്ട് ഇതിൽ ഭീമൻ തെറ്റുകാരനല്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ കുത്തിപ്പിടിച്ച വില്ല് എടുത്ത് ഭീമൻ തോളത്ത് വെച്ചത്. കാരണം അദ്ദേഹത്തെ കുറ്റത്തിൽ നിന്ന് മോചിപ്പിച്ചില്ല. അപ്പോൾ ശിക്ഷ വരുന്നില്ല. അപ്പോൾ പിന്നെ ഇദ്ദേഹത്തെ ശ്രദ്ധിക്കാനും പോയില്ല. എങ്കിൽ ജ്യേഷ്ഠൻ നമസ്കരിച്ചതാണല്ലോ, താനും കൂടി ഒന്ന് നമസ്കരിച്ച് കളയാം എന്ന് ഭീമൻ വിചാരിച്ചില്ല. അതൊക്കെ ചേട്ടൻ നമസ്കരിച്ചു. അപ്പോൾ എല്ലാവരുടെയും നമസ്കാരമായി. പാണ്ഡവന്മാരുടെ മുഴുവൻ പേരുടെയും 5 പേരുടെയും നമസ്കാരമായി. പാഞ്ചാലിയുടെ ആയി എന്ന നിലയിൽ ഇദ്ദേഹം ആശ്രമത്തിലേക്ക് കയറി പോവുകയാണ് ചെയ്തത്. മാഷ് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ലോക ജീവിതത്തിൽ മരണമല്ലേ ഒരു സത്യം എന്ന് പറയുന്നത് സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം? പക്ഷേ ഈ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും മരണത്തെ ഇപ്പോൾ ഈ യുധിഷ്ഠിരൻ തൊട്ടപ്പോൾ ജീവിക്കുന്നു. ഇങ്ങനെയുള്ള മരണത്തിന് അതീതമായി പ്രവർത്തിക്കാനുള്ള ശക്തി മനുഷ്യർക്കുണ്ടോ? ഉണ്ടല്ലോ. ഇപ്പോൾ ശസ്ത്രക്രിയ ചെയ്ത ഒരു രോഗിയെ പണക്കൊതിയനായ ഒരു ഡോക്ടർ രക്ഷപ്പെടുത്തുന്നു. വലിയ യോഗിയാണെന്ന് പറയാൻ നമുക്ക് ഇല്ല. പണക്കൊതി ഇല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ വേണമെങ്കിൽ നല്ലൊരു ഡോക്ടർക്ക് യോഗിയാവാം, വലിയ ധർമ്മമൂർത്തിയാകാൻ സാധിക്കും. ഡോക്ടറുടെ പണി കൊണ്ട് പണക്കൊതി ഇല്ലാത്തൊരു ഡോക്ടർക്ക് വലിയ യോഗിയുടെയും മഹർഷിയുടെയും സന്യാസിയുടെയും അവസ്ഥയിലേക്ക് ഉയരാം. പണക്കൊതി ഉണ്ടായിട്ട് പോലും ആളെ രക്ഷിക്കാൻ പറ്റുന്നില്ല. അത് മരണത്തിൽ നിന്നുള്ള രക്ഷിക്കലാണ്. അല്ലെങ്കിൽ രോഗി മരിച്ചു പോകുമായിരുന്നു. അല്ല, മരിച്ചിട്ടില്ലല്ലോ. അപ്പം അവിടെ എപ്പോൾ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ അതെ മരിക്കുമായിരുന്നു. അപ്പോൾ അത് മരണത്തിൽ നിന്നുള്ള രക്ഷിക്കലല്ലേ? ഉണ്ടാകാൻ പോകുന്ന മരണത്തിൽ നിന്നുള്ള രക്ഷിക്കലാണ്. ഇവിടെ മരണം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതം എന്തിനെ ആസ്പദമാക്കിയിരിക്കുന്നു? മനുഷ്യൻ്റെ ജീവിതം ധർമ്മത്തെ ആസ്പദമായിരിക്കുന്നു. അപ്പോൾ ധർമ്മമില്ലാത്തവൻ എങ്ങനെയുള്ളവനാണ്? ധർമ്മമില്ലാത്തവൻ മരിച്ചവനാണ്. വ്യാസൻ തന്നെ പറയും. ഒരു രോഗിയെ ഡോക്ടർ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു എന്ന് പറയുന്നത് സാങ്കേതികമായി ശരിയാണെങ്കിലും ഈ പണ്ട് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ മരിച്ചതിന് ശേഷം അവരെ പുനരുജ്ജീവിപ്പിച്ചതുപോലാണോ? അത് സാധ്യമാണെന്ന് പറയുകയാണ്. അത് സാധ്യമാണെന്ന് പ്രകൃതി നിയമത്തോടുള്ള ഒരു വെല്ലുവിളിയല്ലേ എന്നാണ് ചോദിക്കുന്നത്. കർമ്മം തീരുമ്പോൾ മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? അവസ്ഥാഭേദമേ ഒന്നുള്ളൂ. ആ അവസ്ഥാഭേദം മാറ്റിയെടുക്കാം. അവസ്ഥാഭേദമാണ്, അതുകൊണ്ടത് മാറ്റിയെടുക്കാം. ഇത് ഡയമണ്ടിനെ കരിയാക്കാം, പാടില്ലേ? ഡയമണ്ട് എന്ന് വെച്ചാൽ കാർബണാണ്. കാർബണിൻ്റെ വേറൊരു അനുപാതം അത്രയേ ഉള്ളൂ. തിരിച്ചും സംഭവിക്കും. എന്താ സംഭവിച്ചുകൂടായിക? ഇതിൽ നിന്ന് തന്നെ തിരിച്ച് സംഭവിക്കുമെന്നാണ് അർത്ഥം. തിരിച്ച് സംഭവിപ്പിക്കാൻ നമുക്കറിയാമില്ല എന്നുള്ളത് വേറെ സംഗതിയാണ്. ഡയമണ്ടിനെ കാർബൺ ആക്കാമെങ്കിൽ അതിൻ്റെ അർത്ഥം കാർബണിനെ ഡയമണ്ട് ആക്കാമെന്നാണ്. ഡയമണ്ട് ആക്കാനുള്ള വിധി നമുക്ക് അറിഞ്ഞുകൂടായിരിക്കും. അത് ആനുമാനികമായി വസ്തുതയാണ്. പിന്നെ മനുഷ്യ ജീവിതത്തിൻ്റെ ആത്യന്തികമായ സത്യം മരണമല്ല. മരണം ഒരു അവസ്ഥാഭേദം മാത്രമാണ്. അവസ്ഥാഭേദങ്ങളൊന്നും ഒരിക്കലും സത്യമാവുകയില്ല, സനാതന സത്യമാവുകയില്ല. മരിച്ചാൽ പിന്നെ എന്താണ് സംഭവിക്കുന്നത്? മരിച്ചാൽ പിന്നെ ജനിക്കുകയാണ് സംഭവിക്കുന്നത്.
അപ്പോൾ മരണം ആത്യന്തിക സത്യമാണോ? അല്ല. ആ അതിനുശേഷം അതിനുശേഷം അവൻ ജനിച്ചു, അപ്പോൾ മരിക്കുന്നില്ല, ആളില്ലാതെയായില്ല. അപ്പോൾ ജനിക്കാൻ സമ്മതിക്കാതിരുന്നാൽ ഇവൻ എന്തായി? ഇവൻ വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങി വരും. അതിനുള്ള വിദ്യ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. അതിന് വിദ്യ ഉണ്ടെന്നാണ് പറയുന്നത്. ആ വിദ്യ നമുക്ക് വിശ്വാസമില്ല അല്ലായിരിക്കും. എന്താണ്? നമ്മുടെ ചിന്ത വളരെ ചെറിയ കണ്ണുകൊണ്ട് വളരെ ചെറിയ പ്രപഞ്ചത്തെ കണ്ടിട്ട് വളരെ ചെറിയ തീരുമാനങ്ങളാണ് നാം എത്തുന്നത്. പ്രപഞ്ചത്തെ മുഴുവൻ നാം കാണുന്നില്ല. നമ്മുടെ ശരീരത്തെ മുഴുവൻ നാം കാണുന്നുണ്ടോ? ഇല്ല. നമ്മൾ ദിവസവും നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റി കാണുന്നുണ്ടോ? ഇല്ല. ഉപ്പൂറ്റി അവിടെ തന്നെ ഉണ്ട്, നാം കാണുന്നില്ല. വല്ല സോപ്പ് തേക്കുമ്പോഴോ പിൻഭാഗം കാണുന്നുണ്ടോ? ഇല്ല. നമ്മുടെ ശരീരത്തിൻ്റെ പിൻഭാഗമല്ലേ, ആ പിൻഭാഗത്ത് മറുക് വന്നിട്ടുണ്ടോ, വേറെ എന്തെങ്കിലും ഭേദഗതി ഉണ്ടായിട്ടുണ്ടോ, മുതുകത്ത് ചുണങ്ങ് വന്നിട്ടുണ്ടോ, വല്ലതും നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ല. വളരെ തിടുക്കത്തിൽ കുളിക്കുമ്പോൾ വിരൽ കൈ ഇങ്ങനെ മടക്കി അവിടെ ഇട്ട് ഇങ്ങനെ ഒന്ന് ഓടിച്ച് നോക്കും എന്ന് മാത്രമേ ഉള്ളൂ, ഒന്നും കാണുന്നില്ല. ഇപ്പോൾ സ്വന്തം ശരീരത്തിൻ്റെ മറുഭാഗം പോലും കണ്ടിട്ടില്ലാത്ത നാം ആണ് വലിയ തത്വങ്ങളെ കുറിച്ച് പലപ്പോഴും സംസാരിക്കുന്നത്. മൂക്കിൻ്റെ അകം എന്ന് പറയുന്നതിനേക്കാളും നല്ലത് മൂക്കിൻ്റെ അഹം എന്ന് പറയുന്നതാണ്. ആ മൂക്കിൻ്റെ അകത്തെ സംഭവവികാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കറിയാമോ? നമുക്കറിഞ്ഞൂടാ. മൂക്കിൻ്റെ അകത്തെ സംഭവവികാസങ്ങളെക്കുറിച്ച് ഒരു നിശ്ചയമില്ലാതിരിക്കുകയാണ് നാം പ്രപഞ്ചത്തിൻ്റെ വിസ്തൃതി അളന്ന് തിട്ടപ്പെടുത്താൻ ശ്രമിക്കരുതെന്നല്ല, തിട്ടപ്പെടുത്താൻ ശ്രമിക്കണം. പക്ഷേ മൂക്കിൻ്റെ അകത്തെക്കുറിച്ചും നമുക്ക് ചെറിയ ജ്ഞാനങ്ങൾ ആവശ്യമാണ്. അത്രയേ പറയുന്നുള്ളൂ. അപ്പോൾ മരണം ആത്യന്തികമായ സത്യമല്ല. ആത്യന്തികമായ സത്യമാണെന്ന് ചിന്തിക്കുന്നവരാരും സമ്മതിച്ചിട്ടില്ല. ചിന്ത കൊണ്ട് അത് സമ്മതിക്കാൻ സാധ്യമല്ല. അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും? പുരുഷാന്തരങ്ങളില്ലാതെ വരും. അതാണ് സംഭവിക്കുന്നത്. മനുഷ്യൻ്റെ വംശം ഇങ്ങനെ തുടരാൻ സാധ്യമല്ലാതെ വരും. കാരണം ഊർജം തന്നെ പല തരത്തിൽ പിന്നീട് ആവിർഭവിക്കുകയാണ്. അപ്പോൾ ആവിർഭവിക്കണമെങ്കിൽ എന്ത് വേണം? ഊർജം സ്ഥിരമായിട്ട് നിൽക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് മരണം ഒരു രൂപഭേദം മാത്രമേ ആകൂ, ആത്യന്തികമായ മാറ്റമല്ല, അല്ല ആത്യന്തികമായ ഇല്ലായ്മയല്ല. അതുകൊണ്ട് മരണം ആത്യന്തികമായ സത്യമല്ല, ഫൈനൽ ട്രൂത്ത് അല്ല മരണം. എന്താണ് പിന്നെ ഈ സംഭവിച്ച മരണം? എല്ലാം ഇങ്ങനെ പുനർജീവൻ കൊടുത്തിട്ടുള്ള മരണങ്ങളെല്ലാം എടുത്ത് മഹാഭാരതത്തിൽ തന്നെ പുനർജീവൻ കൊടുത്തിട്ടുള്ള മരണങ്ങളെല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കണം. അതെല്ലാം ആത്മഹതന്മാരാണ്. എന്താണ് ആത്മഹതത്വം? ആത്മാവിനെ ഹനിക്കുകയാണ്. ആത്മാവിനെ ഹനിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവിനെ അറിയാതിരിക്കലാണ്. ആത്മാവിൽ ഏൽപ്പിക്കുന്ന ആഘാതമാണ്. എന്താണ് ആത്മാവിൽ ഏൽപ്പിക്കുന്ന ആഘാതം? അധർമാചരണമാണ്. അപ്പോൾ അധർമ്മം ആചരിച്ചവൻ എന്ത് പറ്റിയിരിക്കുന്നു? അവൻ മരിച്ചവനാണ്. അതുകൊണ്ടാണ് കൗരവന്മാരെ സംബന്ധിച്ച് കൃഷ്ണൻ പറഞ്ഞത് നിമിത്തമാത്രം ഭവ സവ്യസാചിൻ ഹതാസ്തേ സർവയേവാജൗ. ഇവരെല്ലാം മരിച്ചിരിക്കുന്നവരാണ്. അവർക്ക് ജീവനുണ്ടെന്നുള്ളത് നിങ്ങളുടെ ഇന്ദ്രിയങ്ങളുടെ അപര്യാപ്തത കൊണ്ടുള്ള, ഇന്ദ്രിയങ്ങളുടെ സത്യം കണ്ടെത്താനുള്ള അപര്യാപ്തത കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്ന മായയാണ്. ഇവരെന്ത് സംഭവിച്ചവരാണ്? ഹതാസ്തേ സർവയേവാജൗ. ഇവരെല്ലാം മരിച്ചിരിക്കുന്നവർ തന്നെയാണ്, ജീവിച്ചിരിക്കുന്നവരല്ല. എന്തുകൊണ്ടാണ്? ഇവർ അധർമ്മചാരികളാണ്. അധർമ്മചാരികളെല്ലാം അവരുടെ ആത്മാവിനെ കൊന്നുകഴിഞ്ഞു. നാശമില്ലാത്ത ആത്മാവിനെ ശരീരത്തിൽ വെച്ച് അവർ കൊല്ലാക്കൊല കൊന്നിരിക്കുന്നു. അതുകൊണ്ട് അവർ മരിച്ചവരാണ്. നീ പിന്നെ എന്തേ വേണ്ടൂ? നീ ഒരു നിമിത്തം മാത്രമാവുകയേ വേണ്ടൂ. അവരുടെ ഭൗതികമായ അസ്തിത്വം പ്രപഞ്ചത്തിന് ബോധ്യപ്പെടാതെയാക്കണം. അതിന് നീ നിമിത്തം മാത്രമാണ്. നിനക്ക് ഇവരെ കൊല്ലാനോ ഇവരെ ഏതെങ്കിലും തരത്തിൽ പരിവർത്തിപ്പിക്കാനോ നിനക്കോ സാധാരണ മനുഷ്യർക്കോ ഒരു ശക്തിയുമില്ല. തുപ്പിയതോടുകൂടി അവൻ ചത്തിരിക്കുന്നവനാണ്. ആരെയാണ് തുപ്പിയത്? അഗസ്ത്യനാണ്. അഗസ്ത്യൻ ആരാണ്? അഗസ്ത്യൻ സർവ്വപ്രാണികൾക്കും ശുഭം വരണം എന്ന് വിചാരിച്ച് തപസ് ചെയ്യുന്നവനാണ്. അല്ല അദ്ദേഹത്തിന് വരെ പണിയൊന്നുമില്ലാഞ്ഞിട്ടല്ല. ഇവനും കൂടി മംഗളം വരണമെന്ന് വിചാരിച്ച് സ്വന്തം ഭൗതിക സുഖങ്ങൾ മനുഷ്യനെ എത്ര പറിച്ചു കളയാൻ ശ്രമിച്ചാലും മനുഷ്യനെ പിന്നെയും വലിച്ചടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഭൗതിക സുഖങ്ങളുടെ ആകർഷണശക്തിക്ക് പുറത്ത് കടന്നിട്ട്
സർവ ലോക ജീവ ജാലങ്ങളുടെയും സുസ്ഥിതിക്ക് വേണ്ടി തപസ് ചെയ്ത് ആ ഊർജം കൊണ്ട് ലോകത്തെ മുഴുവൻ നിറയ്ക്കുന്ന മഹർഷിക്ക് പൊക്കം പോരാത്തതിൻ്റെ ഒരു രസത്തിൽ, പൊക്കം പോരാത്തതിൻ്റെ ഒരു പരിഹാസ്യതയിൽ ഒരു തുപ്പ് കൊടുത്തതാണ്. അപ്പോൾ തന്നെ അവൻ മരിച്ചു. പിന്നെ ഭീമൻ എന്താവുകയേ ചെയ്തുള്ളൂ? നിമിത്തം. നിമിത്തമാത്രം ഭവ ഭീമരൂപിൻ എന്നാക്കിയ വൃത്തവും ശരിയായി. അതാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് അവരുടെ ആ അധർമാചരണത്തിനുള്ള പരിഹാരം കഴിയുമ്പോൾ അവരവിടെ എഴുന്നേറ്റ് വരും. അവർക്കൊരു മങ്ങൽ സംഭവിച്ചതാണ്. അല്ലാത്തവരെ ജയിപ്പിക്കാൻ സാധ്യമല്ല. അങ്ങനെയാണ് ഇദ്ദേഹം അവിടെ എഴുന്നേറ്റ് വരുന്നത്. ഈ മരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മാഷ് പറഞ്ഞു ഈ ഊർജം അത് വർദ്ധിക്കുന്നോ ശോഷിക്കുന്നോ ഇല്ല, സ്ഥായിയായി നിലനിൽക്കുന്നു. അങ്ങനെ ശരിയാണ്, ഈ എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ജനസംഖ്യ എന്തുകൊണ്ട് വർദ്ധിക്കുന്നു? അതും ക്ലിപ്തമാവേണ്ടതല്ലേ? ഉത്സവ സ്ഥലത്ത് ബലൂൺ വിൽക്കുന്ന ആളുകളുണ്ട്. ബലൂണിൽ വായു ഓടുന്നു വരുന്നതാണ്. പ്രകൃതി അന്തരീക്ഷത്തിൽ നിന്നല്ലേ? ധാരാളം ബലൂണുകൾ മനുഷ്യനുണ്ടാക്കാവുന്നതിൻ്റെ പരമാവധി ബലൂണുകൾ ഉണ്ടാക്കി അതെല്ലാം വായു നിറച്ചുവിടുന്നു. വായു കുറയോ? അന്തരീക്ഷത്തിലെ വായു കുറയുന്നുണ്ടോ? അന്തരീക്ഷത്തിലെ വായുവിന് ഒരു തടസ്സമുണ്ടാക്കി ഒരു പരിധിക്കുള്ളിലാക്കി എന്ന് മാത്രമേ ഉള്ളൂ. അന്തരീക്ഷത്തിലെ വായു കുറയില്ല. ബലൂണിനകത്ത് വായു കയറിയിരിക്കുന്നതുകൊണ്ട് അന്തരീക്ഷത്തിലെ വായു കൂടുന്നില്ല. ഇതെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് പൊട്ടിപ്പോകുന്നു. അതിലെ വായു വീണ്ടും വന്ന് അന്തരീക്ഷ വായു ലയിക്കുന്നു. അതുകൊണ്ട് അന്തരീക്ഷ വായു കൂടുന്നുണ്ടോ? അന്തരീക്ഷ വായുവിൻ്റെ അണുസംഖ്യ വർദ്ധിക്കുന്നുണ്ടോ? ഇല്ല. അല്ല, ജനിക്കുന്ന ഒരു വ്യക്തി അല്ലെ ഒരു ചൈതന്യം തന്നെ അല്ലേ മരിക്കുന്നതും വീണ്ടും ജനിക്കുന്നതും? ചൈതന്യത്തിൻ്റെ മൊത്തം തുക എപ്പോഴും ഒന്ന് തന്നെയാണ്. അത് ജനിച്ച കുഞ്ഞാകുന്ന ബലൂണിലേക്ക് കയറ്റിവിട്ടിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പം മരിക്കുന്ന അതേ അളവ് ആൾക്കാരല്ലേ ജനിക്കുള്ളൂ? മരിക്കുന്ന അതേ അളവ് അത്രയും സംഖ്യ ആൾക്കാരല്ലേ ജനിക്കുള്ളൂ? പൊട്ടിപ്പോകുന്ന ബലൂണിൻ്റെ അളവിലല്ലാത്ത അളവിലും നമുക്ക് ബലൂണുകൾ കുറിപ്പിച്ച് വിടാമല്ലോ. എന്താ അതിന് പോരായ്യ? എന്താ അതിനത്തിന് മനസ്സിലാവായ്യ? ആ ഉപമ ശരിയാവുമോ? എന്താ ശരിയാവാത്തത്? കാരണം ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ജനസംഖ്യ എത്രയും വർദ്ധിച്ചോട്ടെന്നേ. നിങ്ങൾ അനേകം കുടങ്ങളുണ്ടാക്കി ആ കുടങ്ങളിലെല്ലാം വെള്ളം കോരി വയ്യ കടലിൽ നിന്ന്. കടലിലെ വെള്ളത്തിന് ഒട്ടും കുറവ് സംഭവിക്കില്ല. ഒട്ടും കുറവ് സംഭവിക്കില്ല. അങ്ങനെ കുറവ് സംഭവിക്കുന്നത്? കടലിൽ വെള്ളം തീർന്നു പോകുമോ? കടലിൽ വെള്ളം തീർന്നു പോകണമെങ്കിൽ ഭൂമിയിൽ ജലം ഉണ്ടാകാതിരിക്കണം. കടലിലെ ജലനിരപ്പ് എപ്പോഴും ഇത് സമീകരിച്ചു കൊണ്ടിരിക്കും, ഭൂമിയുടെ ആന്തരമായ ഉറവകൾ വന്നിട്ട്. കടലിൽ വെള്ളം തീർന്നു പോകില്ല. ഇന്ത്യയിലെ ജനസംഖ്യ 60 കോടി ജനങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ 60 കോടി ജനങ്ങളും പുനർജനിക്കണം. വേണ്ടേ? വേണ്ടല്ലോ. ഇതിന് 60 കോടി ജനങ്ങൾ. ഭാരത ദർശനത്തിൽ പങ്കെടുക്കുന്നവർക്കൊന്നും പുനർജന്മം ഇല്ല. അപ്പൊ നമ്മുടെ 3 പേരെങ്കിലും ജനിക്കാതിരിക്കും. അപ്പൊ കുറയല്ല വേണ്ടത്. നമ്മുടെ 3 ഭാരം കുറഞ്ഞു കിട്ടിയില്ലേ? അപ്പൊ ജനസംഖ്യ അനുസരിച്ച് കുറയണ്ടേ? കുറച്ചുപേര് ഇതിൽ മോക്ഷം കിട്ടി പോകുന്നവരില്ലേ? കുറച്ചുപേര് മോക്ഷം കിട്ടി പോകുന്നില്ലേ? അല്ല, അങ്ങനെ പലതരത്തിലാണ് സംഭവിക്കുന്നത്. ചിലർ ചെടികളായിട്ട് ജനിക്കും. അപ്പം എന്തിനാ ജനസംഖ്യ കൂടുന്നത്? ചിലർ കഴുതകളായിട്ട് ജനിക്കും. അല്ല, പക്ഷേ ഈ മൃഗങ്ങളുടെ ആണെങ്കിലും സംഖ്യ കുറഞ്ഞു വരികയാണ്. വൃക്ഷലതാദികളുടെ ആണെങ്കിലും സംഖ്യ കുറഞ്ഞു വരികയാണ്. അത് നമ്മുടെ തൽക്കാലത്തെ തോന്നലാണ്. ഇത് വിവിധ യുഗങ്ങളുടെ രീതികൾക്കനുസരിച്ച്, ധർമ്മത്തിൻ്റെ തോതിനനുസരിച്ച്, ധർമാചരണത്തിൻ്റെ തോതിനനുസരിച്ച് ജനസംഖ്യ കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. നമ്മുടെ 50 വർഷത്തെ അനുഭവം എടുക്കരുത്. ചുരുങ്ങിയത് കലിയുഗമെങ്കിലും, കലിയുഗത്തെക്കുറിച്ചുള്ള സങ്കല്പമെങ്കിലും നമ്മളിതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ എന്ത് വേണം? ഇവരുടെ യുഗസങ്കല്പങ്ങൾ നമ്മുടെ മനസ്സിൽ വേണം. 4,30,000 വർഷം കലിയുഗം സങ്കല്പിച്ചിട്ടുണ്ട്. അതനുസരിച്ച് വേണ്ടേ? അതിലിപ്പോൾ 5,106 ആയിട്ടുള്ളൂ. അപ്പം നമ്മുടെ ഒരു ചെറിയ കാലയളവിൽ സംഭവിക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി നാം ഇതിനെ സംബന്ധിക്കുന്ന അന്തിമമായ നിർണയങ്ങൾ എടുക്കാൻ സാധ്യമല്ല. ആത്മാവിൻ്റെ ശക്തി എന്ന് പറയുന്നത് സ്ഥിരം ശക്തിയാണ്.
ആ ശക്തി കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ശാസ്ത്രത്തിൻ്റെ നിലപാടും അതുതന്നെയാണ്. ഊർജത്തിൻ്റെ ശക്തി കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ഊർജം ഒരു സ്ഥിര അംഗമാണ്. ഈ യുഗങ്ങളുടെ മാറ്റം അനുസരിച്ച് ജനസംഖ്യ വർധനവും രണ്ടും സംഭവിക്കാന്ന്. ജനസംഖ്യ വർദ്ധിക്കുകയും ജനസംഖ്യ ചുരുങ്ങുകയും ഒക്കെ ചെയ്യാം. അതിന് വേറെയും അനേകം കാരണങ്ങൾ. ധർമ്മത്തിൻ്റെ ഈ 4 കാലിലുള്ള ധർമ്മം, 2 കാലിലുള്ള ധർമ്മം, 3 കാലിലുള്ള ധർമ്മം, സാധാരണ നിലയിൽ ഉണ്ടാകാവുന്ന പ്രതീക്ഷിക്കാവുന്ന പ്രകൃതിക്ഷോഭങ്ങൾ, ഇവയൊക്കെയും ആളുകൾ മരിക്കുന്നതിന്, ജന്തുക്കൾ മരിക്കുന്നതിന്, ജീവികൾ മരിക്കുന്നതിന് കാരണമാകും. ഈ സസ്യങ്ങൾ ഉൾപ്പെടെയുള്ള ജീവികളുടെ ഇല്ലായ്മയ്ക്ക് കാരണമാകും. അതുകൊണ്ട് ഈ അഖണ്ഡ ചൈതന്യത്തിൽ ഒന്നും കൂടുന്നില്ല, അഖണ്ഡ ചൈതന്യത്തിൽ ഒന്നും കുറയുന്നില്ല. ജലം ഊറ്റിയെടുക്കുമ്പോൾ ഭൂമിയുടെ ജലവിധാനത്തിൽ കുറവ് സംഭവിക്കുന്നത് ആ ഒരു പ്രത്യേക പ്രദേശത്താണ്. അത് പിന്നീട് പരിഹരിക്കപ്പെട്ടോളും. എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ നിവൃത്തിയില്ല. എന്താണ്? അപ്പോൾ ജലചൂഷണം കൂടും. അതുകൊണ്ടാണ് ഇപ്പോൾ ഘടാകാശം എന്നൊരു സങ്കല്പമുണ്ട്. കുടത്തിനകത്ത് ആകാശമുണ്ട്, അത് അടപ്പിട്ട് വെച്ചു. എല്ലാവരുടെ വീട്ടിലും കുടം ഉണ്ടായിരിക്കുമല്ലോ, കുടവും പാത്രവും. പാത്രാകാശം എന്നാലും മതി. ഘടാകാശം എന്നാണ് പറയുന്നത്. ഈ സംഗീതത്തിൻ്റെ പിന്നിലിരുന്നുകൊണ്ട്, വോക്കൽ പാട്ടുകാരൻ്റെ പിന്നിലിരുന്നുകൊണ്ട് ഘടം കൊട്ടുന്ന വിദ്വാൻ്റെ ഘടത്തിനകത്തും ആകാശമുണ്ട്. ഇയാളുടെ അടി കൊണ്ട് ഘടം പൊട്ടിപ്പോയി. ഘടം വായിക്കുന്നയാളിൻ്റെ അതിലെ ആകാശം ഇങ്ങോട്ട് ചേർന്നതുകൊണ്ട് ആകാശത്തിൻ്റെ വ്യാപ്തി കൂടുമോ? ഇതിലേക്ക് ഒരു ഘടത്തിന് പകരം ഒരു സംഗീതജ്ഞൻ്റെ പിന്നിൽ ഒരു 100 ഘടം വെച്ച് കൊട്ടിക്കൊണ്ടിരിക്കുകയാണെന്നിരിക്കട്ടെ. പക്ഷേ ഏതോ തരത്തിലൊരു ഊർജ കൈമാറ്റം സംഭവിക്കുന്നില്ല അവിടെ. എങ്ങോട്ട് കൈമാറ്റം സംഭവിക്കുന്നു? പ്രകൃതിയിലേക്ക് ഈ ചെറിയ ഊർജ്ജത്തിൽ ഘടത്തിൽ പ്രകൃതിക്ക് അതീതമായിട്ട് വായു വേണം, എങ്കിലേ പറ്റുള്ളൂ. ഇതെല്ലാം പ്രകൃതിക്ക് നിരീക്ഷകൻ ആരാണ്? പ്രപഞ്ചത്തിൻ്റെ നിരീക്ഷകൻ ആരാണ്? പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ നിരീക്ഷകനിൽ അവൻ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമായതിൻ്റെ വൈകല്യം എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് സത്യാന്വേഷണം ചെയ്യുന്ന വ്യക്തിക്കും ശാസ്ത്രജ്ഞനൊക്കെ എന്ത് വേണം? പ്രകൃതിക്ക് അതീതനായിട്ട് നിൽക്കാൻ കഴിഞ്ഞാലേ ശാസ്ത്രം ശരിയാകൂ. പ്രകൃതിക്ക് അതീതനായിട്ട് നിൽക്കാനുള്ള എന്തെങ്കിലും അഭ്യാസങ്ങൾ ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും ശാസ്ത്രജ്ഞൻ? അത് ഋഷിമാർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ ശാസ്ത്രത്തിൽ അന്തിമമായ നിർണയങ്ങൾ വരാത്തത്. ശാസ്ത്രജ്ഞൻ ആരാണ്? ശാസ്ത്രജ്ഞൻ ഈ നിരീക്ഷ്യമായ വസ്തുക്കളുടെ കൂട്ടത്തിലെ ഒരു വസ്തു മാത്രമാണ്. അല്ലാതെ നാം പ്രപഞ്ചാതീതന്മാരല്ല. ഇപ്പോൾ പ്രപഞ്ചത്തിന് അകത്തിരുന്നുകൊണ്ട്, ഈ കപ്പലിനകത്ത് കുമ്പിട്ടിരുന്നുകൊണ്ട് കപ്പൽ ഓടണുണ്ടോ ഇല്ലയോ എന്ന് നോക്കുകയാണ്. വെള്ളം മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് കപ്പൽ ഓടണില്ല എന്ന് തീരുമാനിക്കുക. പക്ഷേ ഈ ബലൂണിൻ്റെയും വായുവിൻ്റെയും ഉദാഹരണം പറഞ്ഞിട്ട് ഈ ഊർജ സംബന്ധമായ ചോദ്യത്തിന്, ഈ വായുവിനൊന്നും സംഭവിക്കുന്നില്ല. വായു തന്നെയാണ് വീണ്ടും ബലൂണിലേക്ക് വീണ്ടും നിറയ്ക്കുന്നതും, അല്ലെങ്കിൽ ബലൂൺ പൊട്ടിക്കഴിയുമ്പോൾ വായു അന്തരീക്ഷത്തിൽ ലയിക്കുന്നു. പക്ഷെ ബലൂണുകളുടെ എണ്ണം പരിമിതമല്ലേ? എന്താ പരിമിതമാകുന്നത്? അത് നിങ്ങൾ എല്ലായിടത്തും ബലൂൺ ഫാക്ടറി തുടങ്ങുന്നേ. കേരളത്തിൽ തന്നെ സ്വാശ്രയ കോളേജ് തുടങ്ങിയത് ഇതുപോലെ എല്ലാ ഗ്രാമത്തിലും ഓരോ ബലൂൺ ഫാക്ടറി. ഗവൺമെൻറ്റിൻ്റെ പരിപാടിയിൽപ്പെടുത്ത കുഞ്ഞുങ്ങളെല്ലാവരും ഊതി രസിക്കട്ടെ, അവർക്ക് തിന്നാൻ കൊടുക്കാനൊന്നുമില്ല, എന്നാൽ പിന്നെ ഊതി രസിക്കട്ടെ. അപ്പോൾ ജനസംഖ്യാ വർധനമെന്ന് പറയുന്നത് ചൈതന്യത്തിൻ്റെ വർധനവ് മാത്രമല്ലല്ലോ, ജനങ്ങളുടെ ഫിസിക്കൽ ബോഡി വർദ്ധിക്കുകയാണ്. അതിനെന്താണ്? ഹ്യൂമൻ ബോഡി, മാറ്റർ ഉണ്ടെന്നേ. എത്ര എടുത്താലും തീരാത്ത വിധത്തിൽ മാറ്റർ പ്രകൃതിയിൽ സ്ഥിതി ചെയ്യുന്നു. പ്രകൃതിക്ക് അതീതമായിട്ട് എത്രയാണ് ബ്ലാക്ക് മാറ്റേഴ്സ് കിടക്കുന്നത്? ഈ നാം പ്രകാശം കൊണ്ട് കാണുന്ന വസ്തുക്കളുണ്ടല്ലോ ബഹിരാകാശത്തിലെ, ആ വസ്തുക്കളേക്കാൾ കൂടുതലാണ് പ്രകാശമില്ലാത്ത വസ്തുക്കൾ. അതുകൊണ്ട് ആ വസ്തുക്കളെ നമുക്ക് കാണാൻ വയ്യ. എന്ന് വെച്ച് ചൂഷണത്തിന് അതിര് വേണം. അതിര് വേണ്ടത് എന്തുകൊണ്ടാണ്? ഒരുതരം യോഗാവസ്ഥയിൽ ജീവിക്കാൻ കഴിയണം മനുഷ്യന്. അതേ ശാന്തിയിലേക്ക് നയിക്കുകയുള്ളൂ. അപ്പോൾ ലോകശാന്തിക്ക് അത് ആവശ്യമുള്ളതുകൊണ്ടാണ്. പ്രപഞ്ചത്തിൽ ഇത് തീർന്നു പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടല്ല. പ്രപഞ്ചം നശിച്ചു പോയെന്നാൽ ആ പ്രപഞ്ചം നശിച്ചു പോകാതിരിക്കാൻ മനുഷ്യൻ്റെ കയ്യിൽ എന്തെങ്കിലും വിദ്യയുണ്ടോ? ഇല്ല. വെറുതെ വളരെ ചെറിയ ഒരു വലിയ ഓളം
കടലിൽ നിന്ന് വന്നു. എന്തെല്ലാം നാടൻ സ്വനം പറഞ്ഞാൽ എന്തെല്ലാം പുകിലായിരുന്നു അതിൻ്റെ പേരിൽ ഉണ്ടായത്. എന്നിട്ട് ഇപ്പോഴൊന്നുണ്ട്? ഇപ്പോൾ ഒന്നുമില്ല. കുറച്ച് ആളുകൾ മരിച്ചുപോയി, കുറച്ച് ആളുകൾക്ക് വീടില്ലാതെയായി. അങ്ങനെ എല്ലാവരെയും വീടില്ലാതെയായി. വെറുതെ നടന്ന് കത്തിച്ച് കളയുന്നില്ലേ പല രാജ്യങ്ങളിലും വീടുകൾ. ഇപ്പോൾ പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പ്രകൃതിയുടെ സംവിധാനത്തിൽ ഇതൊന്നും വലിയ പ്രശ്നങ്ങളായി വരാറില്ല. നാം നമ്മുടെ പരിമിതിയിലും നമ്മുടെ ജീവിതകാലത്തും നിന്നുകൊണ്ട് നോക്കുമ്പോഴാണ് ഇതൊക്കെ വലിയ പ്രശ്നങ്ങളായി നമുക്ക് തോന്നുന്നത്. നമ്മുടെ ജീവിതകാലത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളാണ് താനും. അതാണ് ഇതൊക്കെ ചൂഷണം ചെയ്യുന്നത് കുറയ്ക്കണം എന്നുള്ള ഉപദേശം വരുന്നത്. അല്ലാതെ ഇവരുടെ ജനിച്ച ആളുകളുടെ സംഖ്യ വർദ്ധിക്കുന്നത് കൊണ്ട് ഇപ്പോൾ എൻ്റെ ഭാരം എത്രയാണെന്ന് നോക്കുന്നു. എൻ്റെ ഭാരത്തിൽ എൻ്റെ തലയിലിരിക്കുന്ന പേനിൻ്റെ ഭാരവും വരികയില്ലേ? പേനിനെ പ്രത്യേകം എടുത്ത് നോക്കി നോക്കണോ? എൻ്റെ തലയിൽ പേനില്ലാത്തതുകൊണ്ട് പേനിനിരിക്കാൻ സ്ഥലമില്ല, അതുകൊണ്ട് അങ്ങനെ സംഭവിക്കില്ലായിരിക്കാം. എന്തെല്ലാം നമ്മുടെ ശരീരത്തിലുണ്ടോ അതെല്ലാം തൂങ്ങുന്നു ആ കൂട്ടത്തിൽ. അതാണ് മൊത്തം തൂക്കം എന്ന് പറഞ്ഞാൽ. അപ്പോൾ പേനിൻ്റെ തൂക്കം പിന്നെ പ്രത്യേകം ചോദിക്കേണ്ട ആവശ്യമില്ല. പേൻ വർദ്ധിച്ചാലും തൂക്കം കൂടുന്നില്ല. ഇന്ന് തൂക്കിയപ്പോൾ എൻ്റെ തലയിൽ 2 പേനേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ അത് 200 പേനായി. എടുത്ത് നോക്കി 200 പേനായതുകൊണ്ട് തൂക്കം കൂടുമോ? ഇല്ല, അറിയേയില്ല. അത് തൂക്കത്തിൽ ഗണ്യമായ ഒരു തൂക്കമേ ആകുന്നില്ല. 2000 പേനായാലും അടുത്തിരിക്കുന്നവർക്ക് ശല്യം ഉണ്ടാകും എന്നുള്ളതല്ലാതെ തൂക്കത്തിൽ വർധനവ് വരില്ല. ഇത് ഒരു പ്രപഞ്ച വ്യവസ്ഥയുടെ ഒരു സമീകരണ രീതിയാണ്. ആളുകളുടെ എണ്ണം വർദ്ധിച്ചതുകൊണ്ടോ? പിന്നെ ഭൂമിയുടെ ഭാരം കൂടിയെന്ന് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലുമൊക്കെ വർണ്ണനയുണ്ട്. ഭൂമിദേവി പോയി ബ്രഹ്മാവിനോട് പരാതി പറഞ്ഞു. ഭൂമിദേവി പോയി കളക്ടർക്ക് പെറ്റീഷൻ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. മഹാഭാരതത്തിലും രാമായണത്തിലും മറ്റ് ഭാഗവത പുരാണത്തിലും ഒക്കെ ഉണ്ടാകും. ഭൂമിയുടെ ഭാരം കൂടി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഭൂമിയുടെ വെയിറ്റ് കൂടിയെന്നല്ല. ഇവരെയൊന്നും ഭരിക്കാൻ ഭൂമിക്ക് മനസ്സില്ല എന്നാണ്. ഭരിക്കുക എന്ന് വെച്ചാൽ ധരിക്കുക എന്ന് വെച്ചാൽ സംരക്ഷിക്കുക. അധർമ്മികളെ സംരക്ഷിക്കാനുള്ള ചുമതല ഏറ്റെടുക്കാൻ ഭൂമിക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഇവന്മാരെ കൊന്നെടുക്കുക എന്നാണ് പരാതിയുടെ അർത്ഥം. അല്ല, ഭൂമിയുടെ വെയിറ്റ് കൂടിയിട്ടല്ല. അപ്പോൾ ഈ ജനസംഖ്യ കൂടുമ്പോൾ ഭൂമിക്ക് ആവശ്യമുള്ളതിൽ നിന്നും കൂടി വന്നു കഴിഞ്ഞാൽ ഭൂമി തന്നെ ഒരു സംവിധാനം ഉണ്ടാക്കും ഇത് കുറയ്ക്കാനുള്ള? ഉണ്ടാക്കും. ഇതെല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ ആളുകൾ മരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കരയും. ഭൂമിയുടെയും പ്രകൃതിയുടെയും സംവിധാനത്തിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ മനുഷ്യൻ്റെ യാന്ത്രിക സംവിധാനം ആളുകളെ കൊന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിത്യേന ലോകത്തിലെമ്പാടും. അത്രയും പ്രകൃതിക്ഷോഭം കൊണ്ട് മരിക്കില്ല. ഇപ്പോൾ ഓരോ നഗരത്തിലും എത്ര വാഹനാപകടങ്ങളാണ് ഒരു ദിവസം ഉണ്ടാകുന്നത്. ഇതൊന്നും പ്രകൃതി ഉണ്ടാക്കി കൊടുത്തതല്ലല്ലോ. പ്രകൃതി ഓരോരുത്തരെയും വിളിച്ചിട്ട് ഈ കാർ നിനക്കിരിക്കട്ടെ, ഈ വിമാനം നിനക്കിരിക്കട്ടെ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നില്ലല്ലോ. അത് ഇല്ലാതിരിക്കാനാണ് എന്ത് ചെയ്യാഞ്ഞത് മഹർഷിമാർ. യന്ത്രത്തെ സംബന്ധിച്ച് അവർക്ക് അറിയാമായിരുന്നിട്ടും ഒരു യാന്ത്രിക സംസ്കാരത്തിന്, ഒരു സാങ്കേതിക സംസ്കാരത്തിനും, യാന്ത്രിക സംസ്കാരത്തിൽ നിന്ന് സാങ്കേതിക സംസ്കാരത്തിൽ നിന്നും വളർന്നു വരാൻ സാധ്യതയുള്ള ഉപഭോഗ സംസ്കാരത്തെ ഭയപ്പെട്ടിട്ടാണ് അവരങ്ങനെ ഒരു സംസ്കാരത്തിന് രൂപം കൊടുക്കാഞ്ഞത്. പിന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അവസാനം പറയുന്നൊരു വാക്കുണ്ട്, ഇതൊക്കെ എന്തായാലും കഥയല്ലേ. എന്തായാലും കഥയല്ല. കഥകളെല്ലാം ശാസ്ത്രീയമായി എഴുതി വച്ചിരിക്കുന്നതാണ്. വെറുതെ ഭാവനാ വ്യാപാരമല്ല, ഒരു കവിയുടെ ഭാവനാ വ്യാപാരമല്ലിത്. കവിയുടെ ഭാവനാ വ്യാപാരമാകുമ്പോഴാണ് കവിക്ക് ശൂദ്രത്വം വരുന്നത്. നേരത്തെ സൂചിപ്പിച്ച മാതിരിയുള്ള ശൂദ്രത്വം വരുന്നത് അപ്പോഴാണ്. അപ്പോൾ വാൽമീകിയെക്കുറിച്ച് വെച്ച് പറഞ്ഞു, വാൽമീകി അതിന് മറുപടി തന്നില്ല. വാൽമീകിക്കും ദുഃഖമുണ്ടായപ്പോഴല്ലേ വാൽമീകി രചന എന്ന് ഒരു ആരോപണം ഉന്നയിച്ചല്ലോ. അല്ല, ഇപ്പോൾ ഈ പക്ഷിയെ എയ്ത് കൊല്ലുന്നതോ വാൽമീകി കാണുന്നില്ല എന്ന് വയ്ക്കുക. വാൽമീകി പോയതിന് ശേഷമാണ് പക്ഷി എയ്ത് കൊന്നതെന്നിരിക്കട്ടെ. ഇത്തിരി താമസിച്ചാണ് കാട്ടാളൻ വന്നത്. മനുഷ്യ അതാന്നുള്ള ശ്ലോകമുണ്ടല്ലോ, ഇത്തിരി താമസിച്ചാണ് കാട്ടാളനെത്തിയത്. അതുകൊണ്ട് വാൽമീകി നടന്ന ആറ്റിലേക്ക് പോയതിന് ശേഷമാണ് ഇദ്ദേഹം അമ്പ ചെയ്തതും കൊന്നതും. അതുകൊണ്ട് അദ്ദേഹത്തെ കണ്ടില്ല. വാൽമീകി രാമൻ എഴുതാതിരിക്കുമോ?
അയ്യോ ഒരു പക്ഷിയെ കൊല്ലുന്നത് ഞാൻ കണ്ടില്ലല്ലോ, അതുകൊണ്ട് രാമായണം എഴുതുന്നില്ല. അങ്ങനെ വരുമോ? ഇതൊരു ഒരു നാടകീയമായ സന്ദർഭം ലോകജീവിതത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് ഒരു ജീവിയുടെ ഹാനി കണ്ട സമയത്തുണ്ടായ കാരുണ്യത്തിൽ നിന്നുണ്ടായതാണ് ഈ രാമായണം എന്ന് പറഞ്ഞത്. എന്തിനാണെന്നറിയാമോ? സർവജീവി കാരുണ്യത്തിൻ്റെ മൂർത്തിമദ്ഭാവമാണ് രാമൻ. പിന്നെ അദ്ദേഹം അതിനകത്ത് ആവിഷ്കരിക്കാൻ പോകുന്ന ദർശനത്തിൻ്റെ ആത്യന്തിക പ്രമാണവും സർവജീവി കാരുണ്യമാണ്. അതാണ് വേദത്തിലെ ഉപനിഷത് ദർശനത്തിൻ്റെ അടിസ്ഥാന പ്രമാണം. അപ്പോൾ സർവജീവി കാരുണ്യത്തെക്കുറിച്ച് ഒരു എന്നും നിലനിൽക്കേണ്ടുന്ന ഒരു ഇതിഹാസം രചിക്കാൻ സന്നദ്ധനായ ഒരാൾ അങ്ങനെ ഒരു ഹിംസ കണ്ടപ്പോൾ ആ ഹിംസയിൽ ദയ തോന്നി എന്ന് പറഞ്ഞുകൊണ്ട് കാവ്യം ആരംഭിച്ചതാണ്. ഇങ്ങനെ ഒരു പക്ഷിയെ എയ്തു കൊല്ലുന്നത് അദ്ദേഹം കണ്ടു എന്നാണെങ്കിൽ അദ്ദേഹം അത് ഇതിനും എത്രയോ മുമ്പ് അത്തരം എത്രയോ ഹിംസകൾ കണ്ടിട്ടുണ്ടായിരിക്കണം, അല്ലേ? കാട്ടിൽ ദണ്ഡകാരണ്യത്തിൽ ജീവിക്കുന്നയാൾ. ദണ്ഡകാരണ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ആൻഡമാൻ ദ്വീപാണ്. പഴയ എല്ലാ കുറ്റവാളികളെയും കൊണ്ടുപോയി വിടുന്ന സ്ഥലമാണ്. അവിടെ കിടന്ന് എത്തുമോ? അത്ര ഘോരമായ കാന്താരമാണ്. ആ ഘോരമായ കാന്താരത്തിൽ പോയി ഇദ്ദേഹം ആശ്രമം കെട്ടി പാർക്കുന്നവനാണ്. അപ്പോൾ ഏതെല്ലാം മൃഗങ്ങളെ ആരെല്ലാം എയ്തു കൊല്ലുന്നതും ഏതെല്ലാം പക്ഷികളെ ഏതേത് തരത്തിലുള്ള കാട്ടാളന്മാർ ഹനിക്കുന്നതും കണ്ടിട്ടുള്ള ആളാണ് വാൽമീകി. ആ സമയത്തെല്ലാം അദ്ദേഹം ഇങ്ങനെ ഓരോ രാമായണങ്ങൾ, ഒരിക്കൽ രാമായണം എഴുതി, പിന്നെ ഒരിക്കൽ സീതായനം എഴുതി, പിന്നെ ഒരിക്കൽ ഭരതായനം എഴുതി, പിന്നെ ലക്ഷണായനം എഴുതി, പിന്നെ നമ്മുടെ രാമസ്വാമി നായ്ക്കർ എഴുതിയതുപോലെ രാവണായനം എഴുതി, പിന്നെ അയനായനം എഴുതി. അങ്ങനെ വരില്ലേ? അപ്പോൾ അത് നമുക്ക് പറഞ്ഞ് സമർത്ഥിക്കാൻ സാധിക്കുന്നതല്ല.